ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു കൊറിയർ വന്നിട്ടുണ്ട്. അത് മാൻ ഡിസർവ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ നിന്നാണ്. അപ്പോൾ ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ബോക്സ് ആണ് അതിലുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. അതൊരു ഹെയർ സ്റ്റൈലിംഗ് കിറ്റാണ്. അപ്പം അവരെനിക്ക് അയച്ചു തന്നതിൻ്റെ അകത്ത് ഏകദേശം 4 പ്രോഡക്റ്റ് ആണുള്ളത്. അപ്പോൾ ആ 4 പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, ഇതാണിത് ആ ഒരു ബോക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ട്. 4 പ്രോഡക്റ്റ് ആണുള്ളത്. ഞാനിത് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. ആദ്യം തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു മെൻ ഡിസർവിൻ്റെ ഈ ഒരു ഷാമ്പൂവിനെ പറ്റിയിട്ടാണ്. ഇത് കിട്ടില്ല ഷാമ്പൂ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ തലയിലുണ്ടാകുന്ന ഡാൻഡ്രഫ്. അപ്പോൾ അത് മാറാനായിട്ട് ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ്, ഇത് മെൻ ഡിസർവിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. ഈ ഒരു ഷാമ്പൂ അതിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പയോണിൻ, കഫെയിൻ, പിന്നെ ടീ ട്രീ ഓയിൽ, പാൽമേറ്റോ, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ഷാമ്പൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഒരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിൽ. അതായത് നമ്മൾ സാധാരണ ഷാമ്പൂ പോലെ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ഷാമ്പൂ അല്ല. ഇത് ഇച്ചിരി ഒരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് അതും കിഡിലനാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഒന്നും ഒരുപാട് അടങ്ങിയിട്ടില്ല. പിന്നെ ഷാമ്പൂ ഉപയോഗിക്കേണ്ട ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് ഓവർ ആക്കുന്നില്ല വീഡിയോ. അപ്പോൾ ഇതൊരു കിഡിലെ ഷാമ്പൂ ആണ്. നമുക്ക് തലയിൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഒരു അടിപൊളി ഷാമ്പൂ ആണ്. അതുപോലെ തന്നെ മെൻ ഡിസർവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫോർ മെൻസിനുള്ള പ്രോഡക്റ്റുകളാണ്. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹെയർ കളർ വാക്സ് ആണ്. ഇതൊരു കളർ വാക്സ് ആണ്. നമ്മൾ ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്യുന്നവർക്ക് കിഡിലനായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഏകദേശം ഇതിൻ്റെ അകത്ത് കളർ ഇതാണ് കേട്ടോ. ഇത് ഏത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിങ്ക് അല്ല, ഒരു വയലറ്റ് കൂടിയ ഒരു കളറാണ്. ഇത് ഏത് കളറാണെന്ന് എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഇത് നമ്മുടെ ഹെയർ വാക്സ് ആണ്. ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഷാമ്പൂവിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് 750 ആണ് കേട്ടോ. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം ഇത് 250 ml ആണ്. അപ്പോൾ 250 ml 750 റുപ്പീസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മൾ സാധാരണക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ വാക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 339 ആണ്. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കും. ഇവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. അപ്പം ഇനി നമ്മുടെ തേർഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെയർ സ്റ്റൈലിംഗ് പൗഡറാണ്. ഇത് ഇപ്പോൾ ഒരുപാട് പേർക്കൊക്കെ അറിയായിരിക്കും. നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലിംഗ് പൗഡർ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഹെയർ നല്ല വോളിയം ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ നമുക്ക് വെക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈലിംഗ് പൗഡർ നമ്മളെ സഹായിക്കും. ഇതും ഒരു കിഡിലൻ പ്രോഡക്റ്റ് ആണ് കേട്ടോ, ഹെയർ സ്റ്റൈലിംഗ് പൗഡർ. ഇതും മെൻ ഡിസർവിൻ്റെ തന്നെയാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അങ്ങനെ പറയാനായിട്ട് വലിയ കാര്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ സ്റ്റൈലിംഗ് പ്രോഡക്റ്റ്സ് അങ്ങനെ കൂടുതൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അറിയില്ല. പക്ഷെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയതിന് ശേഷം നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട്, അതായത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ഇതിൽ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വേണം പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം ഹെയർ ഡ്രൈ ചെയ്യുക. എന്നുവെച്ചാൽ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ ഈ ഒരു പൗഡർ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യണം. അപ്പം കിടിലനാവും എന്നാണ് ഇവർ പറയുന്നത്. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് പൗഡർ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എനിക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ്. അത് ആക്ടിവേറ്റഡ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉപയോഗം അറിയാമല്ലോ, നമ്മുടെ വൈറ്റ് ഹെഡ്സ് മാറാനും അതുപോലെ തന്നെ ബേബി ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മൾ താടിയൊക്കെ ഉള്ളവരാണെങ്കിൽ താടിയിലൊന്നും ഒരുപാട് അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം പറിച്ച് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പീൽ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ വേദന എടുക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് പീൽ ഓഫ് ചെയ്യാനായിട്ടും, മീൻസ് അപ്ലൈ ചെയ്യാനായിട്ടും. അതുപോലെ തന്നെ ഇതും പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പൗഡറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 425 ആണ്. പിന്നെ
ഈ ഒരു മെൻ ഡിസർവിൻ്റെ ഈ ഒരു ചാർക്കോൾ മാസ്കിൻ്റെ പീൽ ഓഫ് മാസ്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 350 റുപ്പീസാണ്. അപ്പം ഈ 4 പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കിട്ടിയിട്ടുള്ളത്. ഇത് പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇത് കിടിലൻ പാക്കിംഗ് ഒക്കെയാണ്, നല്ല അടിപൊളി പാക്കിങ്ങും. അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് ഇതിൻ്റെ അകത്ത് ഇത് മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പ്രോഡക്റ്റുകളെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.